നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഹ്യൂമനിസം ആൻഡ് ലോജിക് എന്ന പേപ്പറാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വളരെ ഗഹനമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, എന്നാൽ വളരെ രസകരമായിട്ട് പഠിച്ചു പോകാവുന്നതുമായിട്ടുള്ള ഒരു പേപ്പറാണ്. അപ്പോൾ ഇതില് നമ്മൾ ഫൗണ്ടേഷണൽ ടേംസ് എന്ന ഒന്നാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫൗണ്ടേഷണൽ ടേംസിൽ നമ്മൾ പഠിക്കുന്നത് ഈ ഹ്യൂമനിസം അഥവാ മാനവികത, അതുപോലെ ലോജിക്കിനെ നമുക്ക് മലയാളത്തില് തർക്കശാസ്ത്രം എന്നൊക്കെ പറയാം. ഈ രണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ടേംസ്, ഫൗണ്ടേഷണൽ ടേംസ് ആണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത്. സോ നമ്മളുടെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ശ്രദ്ധയും കഠോപനിഷത് ദർശനവും എന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ശ്രദ്ധയും കഠോപനിഷത് ദർശനവും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് ശ്രദ്ധ എന്ന ടേമിനെ കുറിച്ചാണ്. ശ്രദ്ധ എന്ന പദം നമ്മൾ ധാരാളമായിട്ട് കേൾക്കുന്നതും നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഒരു പദം തന്നെയാണ് ശ്രദ്ധ എന്നത്. ഇതൊരു സംസ്കൃത പദമാണ്. അപ്പോൾ സംസ്കൃത പദമായ ശ്രദ്ധ എന്ന പദം ഡിറൈവ് ചെയ്തിരിക്കുന്നത് സത് എന്ന സംസ്കൃത ധാതുവിൽ നിന്നും അതുപോലെ തന്നെ ധ എന്ന പദത്തിൽ നിന്നുമാണ്. അപ്പൊ സത് എന്ന് പറഞ്ഞാല് ശ്രവിക്കുക അഥവാ കേൾക്കുക എന്നൊക്കെയാണ്. അതുപോലെ തന്നെ ധ എന്ന് പറഞ്ഞാൽ ധാരണ എന്നതാണ് ഈ വാക്കിന്റെ അർത്ഥം. അപ്പോൾ ശ്രദ്ധ എന്ന പദത്തിന് നമുക്ക് വളരെ ഗഹനമായിട്ട് അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് കേൾക്കുക എന്ന ഒരു അർത്ഥം അതിന് പറയാവുന്നതാണ്. എന്ന് വെച്ചാൽ ഒരിടത്തേക്ക് ധാരണാപൂർവമായിട്ട് ശ്രദ്ധ ചെലുത്തുക എന്നതാണ് ശ്രദ്ധ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോൾ ഒരു ആന്തരികമായിട്ടുള്ള വിശ്വാസത്തോടെ ഗൗരവതരമായിട്ട് നമ്മൾ ഒരിടത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട്, നമ്മളുടെ മനസ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു കാര്യത്തെ കേൾക്കുന്നതിനാണ് നമ്മൾ ശ്രദ്ധ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ശ്രദ്ധ എന്നത് നമ്മൾ ക്ലാസ്സിലൊക്കെ കുട്ടികള് ശ്രദ്ധിച്ചിരിക്കുക എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പോൾ ഈ ശ്രദ്ധ എന്ന് പറയുമ്പോൾ ടീച്ചർ ക്ലാസ്സിൽ പറയുന്നത് കേട്ട് ഇരിക്കുക എന്നതിനപ്പുറത്തേക്ക് ടീച്ചർ പറയുന്നതിനെ ഗൗരവമായിട്ട് അതിൽ മനസ്സൂന്നിയിരുന്ന് കേൾക്കുക എന്ന് തന്നെയാണ് അതിന് അർത്ഥം. നമ്മൾ പലപ്പോഴും ജോലി ചെയ്യുമ്പോഴൊക്കെ പാട്ട് വെച്ചുകൊണ്ടൊക്കെ പാട്ട് കേട്ടുകൊണ്ടൊക്കെ ജോലി ചെയ്യാറുണ്ട് അല്ലെ. പക്ഷെ നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്നത് ആ പാട്ടിൽ എന്നതിനേക്കാൾ ഏറെ നമ്മുടെ ശ്രദ്ധ ഇരിക്കുന്നത് മുഴുവൻ നമ്മുടെ പ്രവൃത്തിയിലായിരിക്കും അല്ലെ. അപ്പോ കേൾക്കുക എന്നതിന് ശ്രദ്ധിക്കുക എന്ന അർത്ഥമില്ല എന്ന് മനസ്സിലാക്കുക. എന്നാൽ ആ കേൾക്കുന്നത് വളരെ ഗൗരവമായിട്ട് മനസ്സ് അതിൽ തന്നെ അർപ്പിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ ശ്രദ്ധിക്കുക എന്ന ആ ഒരു പ്രക്രിയ അവിടെ നടക്കുന്നുള്ളൂ. അപ്പൊ ശ്രദ്ധ അവിടെ വരുന്നുള്ളൂ. അപ്പോ വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു മാനസിക വ്യാപാരമാണ് ശ്രദ്ധ എന്ന് നമുക്ക് മനസ്സിലായി. ഈ ശ്രദ്ധ എന്നത് ഭാരതീയ തത്വചിന്തയില് വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ വലിയ അർത്ഥവ്യാപ്തിയുള്ള ഒരു പദം തന്നെയാണ് ശ്രദ്ധ എന്നത്. അപ്പൊ ഇവിടെ കഠോപനിഷത്തില് ശ്രദ്ധ എന്ന പദം പല തലത്തില് അത് നിർവചിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഉപനിഷത് സാഹിത്യത്തില് ശ്രദ്ധയുടെ പ്രാധാന്യം എന്നാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോ ഉപനിഷത്തുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ. വേദങ്ങളും ഉപനിഷത്തുകളും ആരണ്യകങ്ങളും ബ്രാഹ്മണങ്ങളും എല്ലാം ഉണ്ട് നമ്മുടെ ഭാരതീയ ദർശനത്തില്. അപ്പോൾ അതില് ഉപനിഷത്തുകൾ എന്ന് പറയുന്നത് അതൊരു ആത്മസാധനയുടെ വഴിയാണ് ഉപനിഷത്തുകൾ എന്ന് പറയുന്നത്. ഉപനിഷത്ത് എന്ന പദത്തിന്റെ അർത്ഥം അരികെ ഇരിക്കുക അല്ലെ, അടുത്തിരുന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കേൾക്കുക, പഠിക്കുക, ശ്രദ്ധിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ തൊട്ടടുത്ത്, സിറ്റിംഗ് ബിസൈഡ്സ് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പോ ഒരു ആത്മാന്വേഷണവും അതുപോലെ ഒരു ബ്രഹ്മജ്ഞാനവും ഒക്കെ നേടുന്നതിന് ഉള്ള ഒരു പ്രധാനപ്പെട്ട ടൂളാണ് ശ്രദ്ധ. അപ്പൊ ഈ ഒരു പോയിന്റില് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഭാരതീയ ദർശനത്തില് തത്വചിന്തയിലെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ അൾട്ടിമേറ്റ് എയിം എന്നൊക്കെ പറയുന്നത് അറ്റൈൻമെന്റ് ഓഫ് ഒരു മോക്ഷം, സാൽവേഷൻ നേടുക എന്നുള്ളതൊക്കെയാണ് അല്ലെ. മോക്ഷം നേടുക എന്നുള്ളതാണ്. എന്നാൽ ഈ മോക്ഷം നേടുന്നത് ഇതിനുള്ള അൾട്ടിമേറ്റ് ആയിട്ടുള്ള ജ്ഞാനം, പരമമായിട്ടുള്ള അറിവെന്ന് പറയുന്നത് ആത്മജ്ഞാനമാണ്. നമ്മെ തന്നെ അറിയുക എന്നതിന് വലിയ പ്രാധാന്യമാണ് നമ്മുടെ പാരമ്പര്യത്തിൽ ഉള്ളത്. അപ്പോൾ ഈ അവനവനെ തന്നെ അറിയുക, അതുവഴി ബ്രഹ്മത്തെ അറിയുക എന്നതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ജ്ഞാനം, അറിവ്. അപ്പോൾ ഈ അറിവ് നേടുന്നതിന് ശ്രദ്ധ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂളാണ് എന്നത് നമ്മൾ അറിഞ്ഞിരിക്കുക.
എന്ന് വെച്ചാല് നമ്മളെ അറിയുക എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള ചരാചരങ്ങളെ അറിയുക, അത് നമ്മുടെ പങ്ക് എന്താണ്, നമ്മുടെ റോള് ഈ പ്രപഞ്ചത്തിൽ എന്താണ് നമ്മൾ ഓരോരുത്തരുടെയും റോൾ എന്നതിനെ കുറിച്ചൊരു തിരിച്ചറിവ് ഉണ്ടാവുക എന്നതാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ ചുറ്റുമുള്ളതിനെ ശ്രദ്ധാപൂർവം വീക്ഷിക്കണം. വെറുതെ ഇങ്ങനെ അശ്രദ്ധമായിട്ട് നടന്നു പോവുക എന്നുള്ളതല്ല. ശ്രദ്ധയോട് ജീവിക്കുമ്പോൾ ആണ് നമുക്ക് ചുറ്റുമുള്ളതിനെ കുറിച്ചുള്ള അറിവ്, അതുവഴി പ്രപഞ്ചത്തെ കുറിച്ചും നമ്മളെ കുറിച്ചുമുള്ള അറിവ് കൈവരിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ കഠോപനിഷത്തില് ശ്രദ്ധയെ കുറിച്ച് വളരെ വ്യാപ്തിയോടുകൂടി തന്നെ പറയുന്നുണ്ട്. അപ്പൊ കഠോപനിഷത്ത് നമ്മളൊക്കെ കേട്ടിട്ടുള്ള കഥയായിരിക്കും. നചികേതസിന്റെയും യമദേവന്റെയും ഒക്കെ കഥയാണ്, നമുക്കറിയാവുന്ന ഒരു സ്റ്റോറി തന്നെയാണ് അത്. അപ്പോ കഠോപനിഷത്തില് യമധർമ്മനും അതുപോലെ ബാലസന്യാസിയായിട്ടുള്ള നചികേതസും തമ്മിലുള്ള ഒരു സംവാദമാണ് ഈ കഠോപനിഷത്തും എന്ന് പറയുന്നത്. അപ്പൊ നചികേതസ് ആത്മജ്ഞാനം തേടി യമദേവനെ ആണ് എത്തുന്നത്, യമദേവന്റെ അടുത്താണ് എത്തുന്നത്. കാരണം മരണം എല്ലായിടത്തെയും ഒരു നിത്യസത്യമായിട്ട് കണക്കാക്കപ്പെടുന്നു, അല്ലെ? ജനിക്കുന്ന ഏതൊരാളും മരിക്കും. അപ്പോൾ ജനിച്ച ഏതൊരാൾക്കും സാങ്കത്യമായിട്ടുള്ള മരണം ഒരു യാഥാർത്ഥ്യമാണെന്ന് കണ്ടുകൊണ്ട് നചികേതസ് യമദേവനെയാണ് ആത്മജ്ഞാനത്തിന് വേണ്ടിയിട്ട് സന്ദർശിക്കുന്നത്. അപ്പൊ യമൻ ആദ്യം തന്നെ നചികേതസിന് ജ്ഞാനം ഉപദേശിക്കുകയല്ല ചെയ്യുന്നത്, അദ്ദേഹത്തിന് ലൗകികമായിട്ടുള്ള സുഖഭോഗങ്ങൾ എമ്പാടും നൽകിക്കൊണ്ട് അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ആ ഒരു അന്വേഷണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ എന്നാൽ അതൊന്നും സ്വീകരിക്കാതെ ആത്മസത്യം തേടിയിട്ടുള്ള നചികേതസിന്റെ സഞ്ചാരം അദ്ദേഹം തുടരുകയാണ്. അപ്പൊ ഇവിടെ ഇദ്ദേഹത്തിന് ചില റിഫ്ലക്ഷൻസ് ലഭിക്കുന്നുണ്ട്, ചില ശ്രദ്ധയുടെ ചില ജ്ഞാനം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. ഇപ്പൊ നചികേതസിന്റെ ആ ഒരു സിൻസിയറിറ്റി, ഒരു ആത്മാർത്ഥതയുണ്ട്, അല്ലെ? അദ്ദേഹത്തിന്റെ നോളജ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് യമധർമ്മൻ എത്രത്തോളം അദ്ദേഹത്തിന് സൗഖ്യങ്ങളും സർവ സുഖലോലുപതകളും നൽകിയിട്ടും അതിലൊന്നും വ്യാപൃതനാവാതെ അദ്ദേഹം തീർത്തും ഇതിൽ നിന്നൊക്കെ വിട്ടു നിന്നുകൊണ്ട്, വ്യതിരിക്തനായി നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കാര്യങ്ങള് പഠിക്കാനുള്ള ആ ഒരു ത്വര അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം നചികേതസിന്റെ ഈ ഒരു ആത്മാർത്ഥത എന്ന് പറയുന്നത് അത് ശ്രദ്ധയുടെ ഒരു ഉദാഹരണമായിട്ടാണ്. കാരണം അദ്ദേഹത്തിന്റെ ശ്രദ്ധ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ എയിം, അദ്ദേഹം എന്തിനാണോ യമധർമ്മനെ സമീപിച്ചത് അതിൽ തന്നെ ഊന്നി നിൽക്കുന്നു എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ യമൻ 3 തവണ നിഷേധിച്ചിട്ടും നചികേതസ് വളരെ സ്ഥിരതയോടുകൂടി, സ്ഥൈര്യത്തോടുകൂടി അവിടെ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ അതും അദ്ദേഹത്തിന്റെ ഒരു ശ്രദ്ധയുടെ ഗുണമായിട്ടാണ് പറയുന്നത്. അതുപോലെ മറ്റൊന്നാണ് മനസ്സിന്റെ ഏകാഗ്രതയും അതിലുള്ള അർപ്പണ ബോധം, അതുപോലെ തന്നെ അതിൽ കൃത്യമായിട്ട് മനസ്സർപ്പിച്ചുകൊണ്ട് ക്ഷമയോടെ അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുക എന്നുള്ളത്. ഇനി കഠോപനിഷത്ത് ആധ്യാത്മിക വിജ്ഞാനത്തിന് മുൻകൂറായിട്ട് ശ്രദ്ധയെ അനിവാര്യമായ ഒരു ഘടകമായിട്ടാണ് പറയുന്നത്. ഈ കഠോപനിഷത്തില് ശ്രദ്ധയെക്കുറിച്ച് പ്രധാനമായിട്ടും പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഒന്നാമത്തേത്, ശ്രദ്ധയുള്ളവൻ മാത്രം ജ്ഞാനലോകത്തിലേക്ക് കടക്കാൻ യോഗ്യനാണ് എന്നാണ്. അതായത് അറിവിന്റെ ലോകത്തേക്ക് കടക്കാൻ പരമപ്രധാനമായിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത് ശ്രദ്ധയാണ്. നമുക്കറിയാം, ഈ വലിയ ആത്മജ്ഞാനത്തിന്റെ അത്രത്തോളം ഒന്നും പോയില്ലെങ്കിൽ ഒരു സാധാരണ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് ശ്രദ്ധ. ശ്രദ്ധയുള്ള ഒരു വിദ്യാർത്ഥിയെ പഠനത്തില് അക്കാദമികമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മികവ് പുലർത്താനായിട്ട് സാധിക്കുന്നുള്ളൂ. അശ്രദ്ധരായിട്ട് ക്ലാസ്സിലിരിക്കുന്നവർക്ക് ആർക്കും പഠനത്തിൽ മികവ് പുലർത്താനൊന്നും കഴിയാറില്ല. ഇനി ശ്രദ്ധയില്ലാത്തവർക്ക് ആത്മതത്വം ഗ്രഹിക്കാൻ കഴിയില്ല എന്നതാണ് കഠോപനിഷത്തിലെ മറ്റൊരു തത്വം എന്ന് പറയുന്നത്. ഈ ശ്രദ്ധയുള്ളവർക്കേ ആത്മതത്വം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അതിന് ഒരു ശ്ലോകം, പ്രസക്തമായിട്ടുള്ള ഒരു ശ്ലോകം പറയുന്നുണ്ട്. നയമാന പ്രത്യവിഷ്ടതേ ആത്മ സാന്നിധ്യതേ എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ സാധ്യത്തിന് അധ്വാനവും ശ്രദ്ധയും അത്യാവശ്യമാണ് എന്നാണ് പറയുന്നത്. ഇപ്പോ ഉപനിഷത്തുക്കളില് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യമാണ്, ടൂളാണ് ശ്രദ്ധ. ഇതൊരു ആത്മവൈഭവം നേടുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ശ്രദ്ധ. ഇനി ഇവിടെ നമ്മൾ ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ടേമാണ് അഗപ്പെ അല്ലെങ്കിൽ എംപത്തറ്റിക് ലവ് എന്ന് പറയുന്നത്. ഈ അഗപ്പെ എന്ന വേർഡ് AGAPE എന്നാണ് അതിന്റെ സ്പെല്ലിംഗ്. അപ്പൊ അത് അഗപ്പെ അല്ലെങ്കിൽ എഗെപ്പ് എന്നൊക്കെ പല രീതിയിൽ പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് സൗകര്യപ്രദമായ ഒരു പ്രൊനൗൺസിയേഷൻ സ്വീകരിക്കാം. അപ്പൊ അഗപ്പ് അല്ലെങ്കിൽ അഗപ്പെ എന്ന് പറഞ്ഞത് എന്താണ്, ഈ സ്നേഹം എന്താണെന്ന് നോക്കാം. അപ്പൊ ഇത്
വളരെ നിസ്വാർത്ഥമായിട്ട് ഉള്ള സ്നേഹത്തെയാണ് നമ്മൾ അഗപ്പെ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇത് സ്നേഹത്തിന്റെ ഒരു സഹാനുഭൂതി ഉൾപ്പെട്ട സ്നേഹത്തിന്റെ ഏറ്റവും പരമമായിട്ടുള്ള ഒരു ഭാവമാണ് അഗപ്പെ എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് ഒരു നിർലോഭമായിട്ട് സ്നേഹിക്കുന്നതിനെയാണ് അഗപ്പെ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മളിപ്പോ റിലീജിയസ് ആയിട്ടുള്ള ചില വിവക്ഷകളൊക്കെ ഇതിന് കൊടുക്കാറുണ്ട്. ഇപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടികളെ സ്നേഹിക്കുന്നതൊക്കെ ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാറുണ്ട്. ഇനി എംപതറ്റിക് ലവ് ആണ് മറ്റൊന്ന്. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു പദമാണല്ലേ സിമ്പതി, എമ്പതി ഒക്കെ. എന്താണ് ഈ സിമ്പതി, എന്താണ് എമ്പതി? സിമ്പതി എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റൊരു ജീവിയോടോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളതിനോടോ ഒക്കെയുള്ള ഒരു സഹാനുഭൂതിയാണ് സിമ്പതി. എന്നാൽ എമ്പതി എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടേത് തന്നെയാണ് അല്ലെങ്കിൽ അത് ഞാൻ തന്നെയാണ് എന്ന ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് അതിനോട് കാണിക്കുന്ന ആ ഒരു കരുണയാണ് എമ്പതി. അത് ഞാൻ തന്നെയാണ്, ഞാനും അതിന്റെ ഭാഗമാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു തിരിച്ചറിവ്, അതാണ് എമ്പതി എന്ന് പറയുന്നത്. അപ്പൊ സഹാനുഭൂതിയോടുകൂടെയുള്ള സ്നേഹം, മറ്റൊരാളുടെ വേദന എന്റെ വേദനയാണ്, അത് ഞാൻ തന്നെയാണ് അനുഭവിക്കുന്നത് എന്ന രീതിയിൽ അതിന് കരുതൽ കൊടുക്കുക, അതാണ് എമ്പതി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ചില ഇത്തരം എംപതറ്റിക് ലവിനുള്ള ചില ഫീച്ചേഴ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് പറയാം. ഒന്നാമത്തേത് തന്നെ നിസ്വാർത്ഥത, അതിന്റെ പരമപ്രധാനമായിട്ടുള്ള ഒരു സ്വഭാവമാണ്. നിസ്വാർത്ഥമായിട്ടായിരിക്കും, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയാണ് സ്നേഹിക്കുന്നത്. ഇനി മറ്റൊന്ന് ക്ഷമ, അല്ലെ, വളരെ ക്ഷമയും സഹിഷ്ണുതയൊക്കെ ഉണ്ടായിരിക്കും. ഇനി മറ്റൊന്ന് ഒന്നിനാലും സ്വാധീനിക്കപ്പെടാതെ കൃത്യമായിട്ട് ആ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുക. നമ്മൾ സത്യവാൻ പുരാണങ്ങളിലൊക്കെ എമ്പാടും കഥകളുണ്ട് ഈ പറയുന്ന അഗപ്പയുമായി ബന്ധപ്പെട്ട്. സത്യവാൻ സാവിത്രിയുടെ കഥ അതാണ്, അല്ലെ. സത്യവാൻ സാവിത്രി കഥയില് നിർലോഭമായിട്ടുള്ള സ്നേഹം, കറകളഞ്ഞ പതി സ്നേഹം ആണ് അവിടെ പറയുന്നത്. തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ എത്ര വലിയ വൈതരണി താണ്ടാനും തയ്യാറായി നിൽക്കുന്ന സത്യവതിയുടെ ഒരു കഥയാണത്. അപ്പോൾ ഇനി സേവന മനോഭാവമാണ് മറ്റൊന്ന്. സേവനം ചെയ്യുക, ഒരു ഉദാത്തമായ സേവനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു സ്വഭാവം. ഇനി പരമപ്രധാനമായ കാംക്ഷ എന്ന് പറയുന്നത് നന്മയായിരിക്കും, അത് മറ്റൊരു ഫീച്ചറാണ്. ഇനി നമുക്ക് ധാരാളമായിട്ട് സാഹിത്യങ്ങളിൽ നിന്നും സിനിമകളിൽ നിന്നും ഇനി മത ഗ്രന്ഥങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള എക്സാമ്പിൾസ് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള മറ്റൊരു പോയിന്റ് ആണ് ഹ്യൂമനിസം. ഇതിനെ ഇൻസാനിയ എന്നൊരു പദം കൂടി ഹ്യൂമനിസത്തിന് നമ്മൾ വിവക്ഷിച്ച് കാണുന്നുണ്ട്. ഇൻസാൻ എന്ന പദത്തിനർത്ഥം, അറബി പദത്തിനർത്ഥം മനുഷ്യൻ എന്നാണല്ലോ. അപ്പൊ ഇൻസാനിയ അതായത് മനുഷ്യബന്ധിയായത് അഥവാ ഹ്യൂമനിസം, അല്ലെ. ഇപ്പൊ ഹ്യൂമനിസം, ഇൻസാനിയ അഥവാ ഹ്യൂമനിസം എന്ന് പറഞ്ഞാല് അത് മനുഷ്യനെ ആധാരമാക്കി വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു തത്വചിന്തയാണ്. അപ്പൊ ഇതിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് മനുഷ്യനാണ്. മനുഷ്യനും മനുഷ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, മനുഷ്യന്റെ വൈകാരിക നില, അതുപോലെ മനുഷ്യന്റെ കഷ്ടപ്പാടുകൾ, ഇതൊക്കെയാണ് ഇതിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയും. നമുക്ക് 15-ാം നൂറ്റാണ്ടും മുതലൊക്കെ ഇങ്ങോട്ടുള്ള സാഹിത്യവും അതുപോലെ കലയൊക്കെ എടുത്തു നോക്കുമ്പോൾ അതിൽ ഹ്യൂമനിസം വരുന്നുണ്ട്. പെട്രാർക്കിന്റെ ഒക്കെ കാലം മുതൽ ഇങ്ങോട്ട് ഹ്യൂമനിസം ഒക്കെ കടന്നു വരുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ. ഒരു മധ്യകാലത്തിന്റെ സവിശേഷതയൊക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇതിന്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് സെൻട്രൽ പ്ലേസ് എന്ന് പറയുന്നത് മനുഷ്യന് തന്നെയായിരിക്കും. കേന്ദ്രസ്ഥാനം മനുഷ്യനും അവന്റെ വേദനകൾക്കും അവന് ആണ് പ്രാധാന്യം എന്ന് പറയാം. ദെൻ ഒരു ബൗദ്ധിക സ്വാതന്ത്ര്യം അഥവാ ഒരു ഇന്റലക്ച്വൽ ഫ്രീഡം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഹ്യൂമനിസത്തിലും ഇന്റലക്ച്വൽ ഫ്രീഡം ഉണ്ട്. നമ്മുടെ മധ്യകാല അല്ലെങ്കിൽ റിനൈസൻസ് കലയിലും സാഹിത്യത്തിലും ഒക്കെ ഈ ഒരു ഇന്റലക്ച്വൽ ഫ്രീഡം നമുക്ക് കാണാൻ പറ്റും. അതിനു മുൻപ് സഭയും ദൈവവിശ്വാസവും തിയോളജിയാണ് അടക്കിമാണിരുന്നത്. അപ്പൊ തിയോളജി കലയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ സാഹിത്യത്തിനും ഒക്കെ അതിർവരമ്പുകൾ നിശ്ചയിച്ചിരുന്നു. ഇന്നതേ പറയാവൂ, ഇന്നതേ ചെയ്യാവൂ, ഇന്ന പരീക്ഷണങ്ങളെ നടത്താവൂ എന്നൊക്കെയുള്ള അതിർവരമ്പുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ അതിർവരമ്പുകൾക്കൊക്കെ അപ്പുറത്തേക്കായിട്ട് വളരെ വിശാല അർത്ഥത്തിൽ മനുഷ്യനെ ഫ്രീ ആക്കി വിട്ടുകൊണ്ട് അവന്റെ സർഗാത്മകതയ്ക്ക് യാതൊരു അതിർവരമ്പുകളും കൽപ്പിക്കാത്ത ഒരു രീതിയായിരുന്നു അത്. ഇനി ശാസ്ത്രചിന്തയും അതുപോലെ അന്വേഷണത്വരയും നീതിനിഷ്ഠതയും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇനി മറ്റൊരു പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് അനുകമ്പ അഥവാ കമ്പാഷൻ ആണ്. കമ്പാഷൻ എന്ന് വെച്ചാൽ നമുക്ക് അത് മറ്റുള്ളവരുടെ ദുഃഖങ്ങളും പീഡകളും ഒക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി അതില്
നമ്മൾ നേരത്തെ പറഞ്ഞ എംപതി അല്ലെ, എംപതറ്റിക് ആയിട്ട് അതിനോട് സമീപിക്കുന്ന ഒരു സമീപനത്തെയാണ് നമ്മൾ കമ്പാഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കമ്പാഷൻ, കം അഥവാ കൂടെ, അതുപോലെ പാഷൻ പീഡ, ഇത് രണ്ടും കൂടെ ചേർന്ന ഒരു പദമാണ് കമ്പാഷൻ എന്ന് പറയുന്നത്. അപ്പൊ മറ്റുള്ളവരുടെ പീഡയോട്, മറ്റുള്ളവർ അനുഭവിക്കുന്ന കഷ്ടതകളോട് സഹനത്തോടെ കൂടെ ഉണ്ടായിരിക്കുക എന്നുള്ളത്. അപ്പൊ ഈ യേശുവിന്റെ കുരിശുമരണത്തെയൊക്കെ ഒരു കമ്പാഷന്റെ ഒരു ഭാഗമായിട്ട് പറയാറുണ്ട്. കാരണം യേശു സർവ്വ മനുഷ്യന്റെയും ദുഃഖവും പാപവുമാണ് സ്വയം വഹിച്ചത് എന്നത് കമ്പാഷന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാറുണ്ട്. കമ്പാഷന്റെ ചില സവിശേഷതകൾ നോക്കാം. ഒന്നാമത്തേത് സഹാനുഭൂതി തന്നെയാണ്, മറ്റുള്ളവരോട് സഹാനുഭൂതിയുള്ളവരായിരിക്കുക. മനുഷ്യസ്നേഹം, ഉദാത്തമായ മനുഷ്യസ്നേഹമാണ് മറ്റൊന്ന്. ഇനി മനോവൈജ്ഞാനിക വളർച്ചയാണ് മറ്റൊരു കാര്യം. ഇനി അഹിംസ, ഒന്നിനെയും നോവിക്കാതെ ഒന്നിനെയും കൊല്ലാതിരിക്കുക എന്നുള്ളത് ഇതിന്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള മറ്റൊരു പോയിന്റ് ശ്രീ ബുദ്ധനും അദ്ദേഹത്തിന്റെ കരുണ എന്ന ആശയവുമാണ്. ശ്രീ ബുദ്ധനെ കുറിച്ച് നമുക്ക് അറിയാം. നമുക്ക് ഇവിടെ ബുദ്ധിസം അല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീബുദ്ധൻ ആരാണെന്നും അദ്ദേഹത്തിന്റെ ജീവിതം മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ആശയങ്ങള്, അതിൽ തന്നെ നമ്മൾ കരുണ എന്ന അദ്ദേഹത്തിന്റെ ആശയത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഭാഗം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബുദ്ധന്റെ ഏറ്റവും എടുത്തു പറയാവുന്ന ജീവിത ദർശനത്തിന്റെ ഒരു ഹൃദയഭാഗം എന്നൊക്കെ നമുക്ക് ഈ അദ്ദേഹത്തിന്റെ കരുണയെ പറയാനായിട്ട് സാധിക്കും. അദ്ദേഹം ഒരു മഹാകരുണ, അദ്ദേഹത്തിന്റെ മഹത്തായ ഗുണങ്ങളിൽ ഒന്നാണ് കരുണ എന്ന് പറയുന്നത്. ഈ കരുണയുടെ ഭാഗം തന്നെയാണ് അദ്ദേഹത്തിന്റെ അഹിംസാ തത്വം അല്ലെ, ഒന്നിനെയും കൊല്ലാതിരിക്കുക, സബ്ബേ സത്ത ഭവന്തു സുഖിത്തത്ത എന്നൊരു സകല ജീവികളും സുഖത്തോടെ ഇരിക്കട്ടെ. അതിന്റെ മറ്റൊരു വേർഷനാണ്, സാൻസ്ക്രിറ്റ് വേർഷനാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന, സർവ്വലോകങ്ങൾക്കും സുഖം ഭവിക്കട്ടെ എന്ന ആ ഒരു സാൻസ്ക്രിറ്റ് ശ്ലോകമൊക്കെ. ഇനി ഒരു മിഡിൽ പാത്ത്, ഒരുപാട് സന്തോഷിക്കുകയും ഒരുപാട് ദുഃഖിക്കുകയും ചെയ്യാത്ത ഒരു മിഡിൽ പാത്ത് മനുഷ്യന് സ്വീകരിക്കേണ്ടതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. നമ്മൾ ഈ നിമിഷവും കടന്നു പോകുമെന്നൊരു വാചകം ഉണ്ടല്ലേ. അപ്പൊ എന്താണ്, ഏറെ സന്തോഷിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക ഈ സന്തോഷത്തിന് അധികം ആയുസ് ഉണ്ടാവുകയില്ല. ഇനി വളരെയേറെ ദുഃഖത്തിലായിരിക്കുമ്പോഴും ആലോചിക്കുക ഈ ദുഃഖവും അധികകാലം നീണ്ടു നിൽക്കില്ല, ഇതും മാറും അല്ലെ, അങ്ങനെ ഒരു വിശ്വാസം. അപ്പോൾ ഒരു മിഡിൽ പാത്താണ് മനുഷ്യ ജീവിതത്തിന് ഏറ്റവും. ഒരു സന്തോഷത്തിൽ അമിതമായി ഭ്രമിക്കുകയോ ദുഃഖത്തിൽ വല്ലാതെ അകപ്പെട്ടു പോവുകയോ ചെയ്യരുത്. ഇതെല്ലാം ലൗകികമായി നടക്കുന്ന കാര്യങ്ങളാണ്. ഇതിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്ന ഒരു ചിന്തയാണ് മധ്യപാത എന്ന്, അല്ലെങ്കിൽ മധ്യമാർഗം എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നാണ് ബോധിസത്വ വ്രതം എന്ന് പറയുന്നത്. ബോധിസത്വ വ്രതം എന്നതുകൊണ്ട് ഞാൻ മാത്രമല്ല എല്ലായ്പ്പോഴും മറ്റുള്ളവരുടെ മോക്ഷമാണ്. അതായത് ഞാൻ എന്നതിനപ്പുറത്തേക്ക് മറ്റുള്ളവർ എന്നത് സ്വന്തം സുഖഭോഗത്തെക്കാളും അല്ലെങ്കിൽ സുഖത്തെക്കാളും ഏറെ മറ്റുള്ളവർക്ക് അന്യർക്കുതകുന്ന രീതിയിൽ സ്വജീവിതം അന്യമാക്കും അമലെ ധന്യമാക്കും അമലെ വിവേകികൾ എന്നൊക്കെ ആശാന്റെ വരികളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സുഖത്തെക്കാൾ ഏറെ മറ്റുള്ളവർക്ക് പ്രയോറിറ്റി നൽകുക എന്നുള്ളതാണ്. ഇനി മറ്റൊന്നാണ് ഇമാൻസിപ്പേഷൻ. ഇമാൻസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു വിമുക്തിയാണ്. അതായത് ഇത് ഈ ഇമാൻസിപ്പേഷൻ എന്നുള്ള പദം ലാറ്റിൻ വാക്കായിട്ടുള്ള ഇമാൻസിപ്പയർ എന്ന പദത്തിൽ നിന്നാണ്. ഇമാൻസിപ്പയർ എന്ന് വെച്ചാൽ ലെറ്റ് ദം ഫ്രീ, അല്ലെങ്കിൽ അൺടൈ ചെയ്യുക, കെട്ടഴിച്ചു വിടുക എന്നൊക്കെയാണ് ഇമാൻസിപ്പയർ എന്ന പദത്തിന്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ഒരു വിമുക്തിയാണ്. അതായത് മനുഷ്യന് സ്വാഭാവികമായിട്ട് ഉണ്ടായേക്കാവുന്ന ചില സ്വാർത്ഥതയൊക്കെ ഉണ്ട് അല്ലെ. അതുപോലെ എനിക്ക് എന്ന തോന്നല്, കൂടുതൽ സുഖഭോഗങ്ങളിൽ ഭ്രമിക്കാനുള്ള മനസ്സ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ അല്പം വിട്ടിട്ട് വ്യത്യസ്തമായിട്ട് ഒരു വിമുക്തി, ഇതിൽ നിന്നും ഈ സുഖഭോഗങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരു ആത്യന്തികമായിട്ടുള്ള വിമുക്തി ഈ ഒരു വിമുക്തി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നു. ഇനി ഇവിടെയുള്ള മറ്റൊന്നാണ് ഉബുണ്ടു. ഉബുണ്ടു എന്ന് പറയുന്നത് നിങ്ങൾക്ക് പലപ്പോഴും പരിചിതമായിട്ടുള്ള ഒരു പദം തന്നെയായിരിക്കും. ഉബുണ്ടു എന്ന് പറയുന്നത് ഒരു ആഫ്രിക്കൻ മാനവിക തത്വചിന്തയുടെ പേരാണ് ഉബുണ്ടു. ഇതൊരു ദക്ഷിണാഫ്രിക്കൻ ഭാഷയായിട്ടുള്ള ബാന്തു ഭാഷാ കുടുംബത്തിൽപ്പെട്ട ഒരു പദമാണ് ഉബുണ്ടു എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ സുളുസോഹ ഭാഷയിൽ നിന്നാണ്. സുഹുസോള എന്ന് പറയുന്നത്, ഡുംബുക്ക എന്നൊക്കെ പറയുന്ന ഒരുപാട് ഭാഷകൾ ഈ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിലവിലുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ഒരു ഭാഷയാണിത്. അപ്പോൾ ഇതിൽ സുളുസോഹ എന്ന ഭാഷയിൽ നിന്നാണ് ഉബുണ്ടു എന്ന ഈ ഒരു പദം വരുന്നത്.